സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. അതുകൊണ്ട് ആരാധകർ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് ദുഃഖവാർത്തയാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ വിരാട് കോഹ്ലി T20യിൽ നിന്ന് വിരമിച്ചിരുന്നു. ഇപ്പോൾ ഇതാ രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം കോഹ്ലിയാണ് വിരമിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. ഇനി നമുക്ക് രോഹിത് ശർമ്മയെയും കോഹ്ലിയെയും T20 ക്രിക്കറ്റിൽ കാണാൻ സാധിക്കില്ല. രണ്ടുപേരും പടിയിറങ്ങിയിരിക്കുകയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമായിരിക്കും രോഹിത് ശർമ്മയും കോഹ്ലിയും ഇനി കളിക്കുക. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. ഇതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഒരുപാട് വർഷത്തെ ചരിത്രമാണ് ഇന്ത്യൻ ടീം തിരുത്തി കുറിച്ചത്. ധോണിക്ക് ശേഷം ഇനി രോഹിത് എന്ന ക്യാപ്റ്റൻ ചരിത്രത്തിന്റെ താളുകളിൽ അറിയപ്പെടും. അതുപോലത്തെ മികച്ച പ്രകടനമാണ് ഇന്ന് ഇന്ത്യ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് കോഹ്ലി മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.